ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ്, 4-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ എരിവോടെ ഞാൻ വിളിച്ചു പറയുക, ഈ പണി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പണിയാണ്. പുതിയ നിയമസഭ പണിയുന്ന പണി ഈ പൗലോസും പത്രോസും തരുന്ന ഉപദേശപ്രകാരമാണ് കിടക്കുന്നത്. നമ്മളിവിടെ ഹോള് പണിയല്ല ചെയ്യേണ്ടത്. ഓലപ്പുരയിലാണെങ്കിലും ഷീറ്റ് വലിച്ചു കെട്ടിയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുവാൻ പക്കവണ്ണം അവരെ വചനം കൊണ്ട് ശുദ്ധീകരിച്ച് ദൈവവചനമാകുന്ന ജലം, ഞാൻ അവരെ നിർമ്മല ജലം തളിക്കുമെന്ന് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലോ അവൻ അവരെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഇപ്പൊ വചനം പ്രസംഗിക്കുമ്പോൾ ആത്മീക ശുദ്ധീകരണം നടക്കുക, ആത്മീയമായി വെടിപ്പാകുകയാണ്. ജഡത്തിൽ പറ്റിയിരിക്കുന്ന ജഡീക സ്വഭാവങ്ങളെല്ലാം മാറി ആ പുതു മനുഷ്യനിലുള്ള കറകളും കളങ്കങ്ങളെല്ലാം കഴുകി കളയുകയാണ്. ഓരോ വചന ശുശ്രൂഷയിൽ, ഓരോ സഭായോഗത്തിൽ, ഓരോ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ, ഓരോ കൂട്ടായ്മകളിൽ, അത് ഏത് മീറ്റിംഗ് ആയിക്കോട്ടെ, കൺവെൻഷൻ ജാതികൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൺവെൻഷനിൽ വരുന്ന മുഴുവൻ ബന്ധക്കോത്തുകാർ, ജാതികളൊന്നുമില്ല. വല്ല തെന്നിയും തെറിച്ചോ 5-10 പേരായാലും വന്നു. കാരണം നമ്മുടെ മീറ്റിങ്ങിന് വരാൻ അവർക്ക് താല്പര്യമില്ല. നമ്മളെല്ലാം ജഡീകന്മാരും ലോകസ്നേഹികളും ദ്രവ്യാഗിരികളും ഒരു ഗുണമില്ലാത്ത സംഘമാണെന്ന് ലോകം മനസ്സിലാക്കി. ലോകം നമ്മളെ ട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ ഈ സെലിബ്രിറ്റി ഉണർവ് പ്രാസികന്മാർ, ദ്രവ്യാഗ്രഹികൾ, ഊതി വീഴ്ത്തുന്നവർ, ഉന്തി വീഴ്ത്തുന്നവർ, കുരപ്പിക്കുന്നവർ, ചിരിപ്പിക്കുന്നവർ, ഇവരെല്ലാം ട്രോളടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ലോക മനുഷ്യർ. നിങ്ങളത് കാണുന്നില്ലേ? ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ തല നിലത്ത് മുട്ടിക്കുക. വയറിച്ചിരി കൂടിയോണ്ട് മുട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മുട്ടിച്ചേനെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നൊക്കെ പറഞ്ഞത് എല്ലാം പോയി. ഇനി ഇരുട്ടും കയ്പുമായിട്ട് കിടക്കുക. യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുവിൻ, കുഞ്ഞാടുകളുടെ ഇടയ്ക്കിൽ അല്ല ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. 2000 വർഷം കൊണ്ട് ഈ കുഞ്ഞാടുകളെല്ലാം ആരായി മാറി? ചെന്നായ്ക്കളായി മാറി. ഇപ്പോൾ സംഘടനകൾ ചെന്നായ്ക്കളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത്. നീ അവിടെ പോ, നീ ഇവിടെ പോ. എന്നിട്ട് അവർ കൂടിയിരുന്ന് കാശ് ഉണ്ടാക്കി ഇലക്ഷൻ നടത്തി. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ പറയുന്നുണ്ട്, 25 വർഷമായി ഞാൻ ഒരു പാസ്റ്ററായിട്ടിരിക്കുന്നു, എന്നെ പ്രസ്പിറ്ററാക്കിയില്ല, എന്നെ വലിയവനാക്കിയില്ല. നിന്നെ പ്രസ്പിറ്ററാക്കിയിട്ട് എന്ത് കിട്ടാനാ? നീ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ സംഘടനയിൽ നിന്നെ പ്രസ്പിറ്ററാക്കിയിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ തന്നെ നിറയത്തിൽ പോകാൻ റെഡിയായിരിക്കുക. പിന്നെ പ്രസ്പിറ്ററായ ഇരട്ടി നിറയത്തിൽ പോകും. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞത്. അല്ല, ഞാനെന്ത് പറയാനാ? ഇവിടെ പ്രസ്പിറ്ററും ഇവിടെ പ്രസിഡന്റും ഇവിടെ സെക്രട്ടറിയും ഇവിടെ റവറൻറ്റും ഇവിടെ ഡോക്ടറും ഇവിടെ വലിയവൻ ആരുമില്ല. എല്ലാം കർത്താവിന്റെ ശിഷ്യന്മാരാ. ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യനാക്കാനാണ് കർത്താവ് പറഞ്ഞത്. ആരുടെ ശിഷ്യനാക്കാൻ? മോശയുടെ അല്ലേ? അത് ശരി. അപ്പൊ മോശയുടെ ശിഷ്യന്മാരാണല്ലോ കിടക്കുന്ന മുഴുവൻ. എന്തോ ഒരു കഷ്ടമാണല്ലേ. പഴയ നിയമം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മോശയുടെ ശിഷ്യന്മാര് ഈ വചനം കേട്ടിട്ട് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുക, ഞാൻ എന്തെങ്കിലും രോഷപ്രകടനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനത്തെ കോട്ടിക്കളയുകയും കൂട്ടുചേർക്കുകയും മറിച്ചു കളയുകയും ചെയ്യുന്ന ഒരൊറ്റ കാരണത്താലാണ്. അല്ല, എനിക്ക് ആരോടും ഒരു പകയില്ല, പിണക്കമില്ല, വിദ്വേഷമില്ല. ഞാനൊരു സഹോദരനെ പകച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷമയാചനം ചെയ്തു. എനിക്കതിനുള്ള മനസ്സുണ്ട്. ഹല്ലേലൂയ. പ്രായമുള്ള എന്നെക്കാൾ പ്രായമുള്ള ദേവദാസന്മാർ പറഞ്ഞപ്പോൾ ആ സഹോദരനോട് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ ക്ഷമയാചനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 പ്രാവശ്യം പോയി. 1 പ്രാവശ്യം കണ്ടില്ല, അദ്ദേഹം അത് മതിയെന്ന് പറഞ്ഞു. എന്നാൽ 2-ാം പ്രാവശ്യം പറഞ്ഞു, അത് പോരാ, എന്നെ കണ്ട് ക്ഷമയാചനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു. എന്നോട് പറഞ്ഞതിനൊട്ടും വേണ്ട രീതിയിൽ ക്ഷമയാചനം ചെയ്തിട്ടുമില്ല, അത് വേറെ കാര്യം. അത് ദൈവം പുള്ളിയായിട്ട് തീർക്കട്ടെ. ഞാൻ ക്ഷമായാചനം ചെയ്തു. ഞാൻ മുഖാന്തരം ആർക്കെങ്കിലും പ്രയാസമോ ഭാരമോ നീരസമോ വന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമായാചനം ചെയ്യാനുള്ള മനസ്സ് എനിക്ക് ഇന്നുമുണ്ട്, എന്നുമുണ്ട്, എന്നുമുണ്ടാകും. അങ്ങനെ ഉണ്ടായിരിക്കണം. ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടായിരിക്കണം. യാഗവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് യഹൂദനോട് കർത്താവ് പറഞ്ഞു, നീ പോയി നിരപ്പ് പ്രാപിച്ചിട്ട് യാഗം ഒഴിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ യാഗം ശരിയാകത്തില്ല. അഹരോന്റെ മക്കൾ നാദാബും ഹബീഗൂബും
തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത യാഗം നടത്തുവാൻ കൊണ്ടുവന്നു. അവരഗ്നിക്കിരയായി മാറി. ലേവ്യർ 10:1-2-3 ചില സംഭവം കിടപ്പുണ്ട്. ലേവർ 16:1-2-3 വാക്യത്തിൽ മോശയോട് പറഞ്ഞു, അഹരോൻ എപ്പോഴും യാഗപീഠത്തിൻ്റെ അടുക്കൽ വരരുത്. എന്താ കാര്യം? 2 വാവക്കുഞ്ഞുങ്ങൾ തീ കൊണ്ടുപോയി, അതുകൊണ്ട് നീയും നിന്റെ ചീട്ട് കീറാൻ സാധ്യത കൊണ്ട് വരരുതെന്ന് പറഞ്ഞു. ഇന്ന് പാസ്റ്റർമാരുടെ മക്കളൊക്കെ ഏതവസ്ഥയിലാ? ഞാൻ പറഞ്ഞിരിക്കുന്ന നാദാബും അബീഹൂബും അഗ്നി വിഴുങ്ങിയെങ്കിൽ ഇത് ജീവനുണ്ടെന്നേ ഉള്ളൂ, ചത്തിരിക്കുകയല്ല. ആത്മീയമായി ചത്തിരിക്കുക. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ മക്കളിൽ 99.25% ആത്മീയമായി ചത്തിരിക്കുക. പിന്നെ ആരെങ്കിലും 1-2 ഒക്കെ ജീവൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം എന്താ? ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഇന്ന് പഠിക്കുന്ന പഠിപ്പിക്കൽ മുഖാന്തരം യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ട് കല്ലുകൾക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകും. ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷത എന്താ ബ്രദറെ? ഇങ്ങോട്ട് നോക്കി. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇതിലേക്ക് വരിക, ക്രിസ്തുവിൻ്റെ മനസ്സ് ഇതിലേക്ക് വരിക, ക്രിസ്തുവിൻ്റെ ഭാവം ഇതിലേക്ക് വരിക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമല്ലേ അത്. 3 വർഷം കൂടെ നടന്നപ്പോൾ യേശു ആരോ യൂതി ആരും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. 3 പ്രാവശ്യം പറഞ്ഞ ആ വേലക്കാരുടെ മുമ്പിൽ അവർ പറയുക, എപ്പോഴും ഞാനത് പറയുക, അത് പറഞ്ഞു കിട്ടും. ഈ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അത് മനപ്പാടാകണം. അതിനുവേണ്ടിയായി പറയുന്നത്. നിന്റെ വാക്കും ഉച്ചാരണവും കേട്ടിട്ട് നീയും യേശുവിനോടുകൂടിയുള്ളവൻ. 3.5 വർഷം കൊണ്ട് അവരുടെ വാക്കും ഉച്ചാരണവും യേശുവിനെ പോലെ ആയെങ്കിൽ ഇവിടെ 30 വർഷമായിട്ടും 40 വർഷമായിട്ടും 50 വർഷമായിട്ടും ഇതുവരെ ഒരു മാനസാന്തരം വന്നിട്ടില്ല. അവരെങ്ങോട്ടാ പോകുന്നത്? അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരിക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തോടെ പുതിയ നിയമസഭയുടെ ഉപദേശം തീരുക. പിന്നെ 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ശ്രദ്ധിച്ചോണേ, ആ 3-ാം അധ്യായത്തിൻ്റെ അവസാനം പരിശുദ്ധാത്മാവ് പറയുന്നത് നീ മാനസാന്തരപ്പെടുക, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. ഞാനിതാ ഹൃദയവാതിൽ നിന്ന് മുട്ടുന്നു. കർത്താവ് സഭയ്ക്ക് വെളിയിൽ കിടക്കുക, ഉള്ളിൽ ഭയങ്കര ആരാധന നടക്കുക. അമേരിക്കയിൽ നടന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കറുത്ത നീഗ്രോ ഒരു വെള്ള സാഹിബിൻ്റെ ഹോളിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നു. നോ, സെക്യൂരിറ്റി പറഞ്ഞു, വി ആർ നോട്ട് അലൗഡ് ബ്ലാക്ക് മാൻ. നീ കറുത്ത മനുഷ്യനാണ്, നിന്നെ ഞങ്ങൾ അനുവദിക്കത്തില്ല. അവൻ കരഞ്ഞുകൊണ്ട് അപ്പുറത്തൊരു കെട്ടിടത്തിൻ്റെ ഒരു മൂലയിൽ പോയി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി എന്നാണ് കഥ. വാട്ട് ഹാപ്പൻഡ്? എ ബ്ലാക്ക് മാൻ. ദൂതൻ ചോദിച്ചു. എന്നെ അവർ കയറ്റിയില്ല, സഭായോഗത്തിന് കയറ്റിയില്ല. ഞാനവിടെ ചെന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? അവരെന്നെ കയറ്റിയില്ല, പിന്നെയാണോ നിന്നെ കയറ്റുന്നത്? ഇന്നത്തെ സഭകളിൽ ക്രിസ്തുവില്ല. പെന്തോക്കോ സമൂഹമേ, ഇന്നത്തെ സഭകളിൽ ക്രിസ്തുവില്ല. ഞാനല്ല പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുക. ക്രിസ്തു സഭയ്ക്ക് വെളിയില്ല. ക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുക. ഈ സന്ദേശത്തിലൂടെ നിന്റെ ഹൃദയത്തിൽ കർത്താവ് മുട്ടുകയാ. നീ വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവ് നിന്നോടും നീ കർത്താവിനോടും അത്താഴം കഴിക്കും. നിങ്ങൾ തമ്മിൽ ആത്മീയ കൂട്ടായ്മ ഉണ്ടാകും. അങ്ങനെ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ ഈ 4 ക്ലിപ്പുകളും മെസ്സേജുകളും. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടുപഠിക്കുക. എനിക്കറിയാം പല പ്രിയപ്പെട്ടവരും ഒരു സഹോദരി ഇത് വളരെ നന്നായിട്ട് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും എന്നെ വിളിച്ചു പറയും, പാസ്റ്ററേ, എന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിക്കാനിടയായി. അതെ, എന്നെ ദൈവവചനം പഠിപ്പിക്കാൻ ദൈവമാക്കി വെച്ചു എന്ന് ഞാനങ്ങ് വിചാരിക്കുക. അത് പറയേണ്ടത് ഞാനല്ല, മറ്റുള്ളവരാണ്. ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് ഞാൻ ജനത്തോട് പറയുന്നത്. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആത്മീക ജീവൻ പ്രാപിക്കണമെന്ന് ഇവിടെ പത്രോസ് പറയുന്നു. ഹല്ലേലൂയ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ എൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇപ്പം നേരത്തെ ഇവിടെ വായിച്ച 1 കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, അത് ഒന്നുകൂടി വായിച്ച് നിങ്ങളെ ഗ്രഹിപ്പിക്കാം. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ
മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ അടിസ്ഥാനക്കല്ലായ മൂലക്കല്ലായ ആരും ഇടാൻ നോക്കണ്ട. ഇന്നിവിടെ പല പാസ്റ്റർമാരും പല സംഘടനാ നേതാക്കന്മാരും പല രീതിയിലുള്ള കല്ലുകളിട്ട് പണിയുക, എല്ലാം പോകും. ദൈവം ശോധന ചെയ്യുമ്പോൾ ഷൂ എന്നൊരു ശബ്ദം കേൾക്കും. നാട്ടുപുറത്ത് കച്ചി നെല്ല് കൊണ്ടുവന്നിട്ട് ഇടിച്ച് അതിൻ്റെ നെൽമണികളെല്ലാം മാറ്റിയെടുത്തിട്ട് കച്ചി കെട്ടിക്കൊണ്ട് ലോറി പോകും. പണ്ടൊരു ബിരുദൻ ഒരു തീപ്പെട്ടി ഒരച്ച് ആ കച്ചിയുടെ ഉള്ളിലോട്ട് ഇട്ടു കൊടുത്തു എന്നാണ് കഥ. ഓടിപ്പോകുന്ന വണ്ടി ഒരു ഷൂ എന്നൊരു ശബ്ദം കേട്ട് കംപ്ലീറ്റ് കത്തിപ്പോയി. അതുപോലെ യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിൽ പണിയാത്ത കല്ലുകൾ മുഴുവൻ ദൈവം ശോധന ചെയ്യുമ്പോൾ ഈ കത്തി അമരുന്നത് പോലെ കത്തി അമരുമെന്ന് ഇന്ന് പൽക്കാലം ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുന്നു. നിങ്ങൾ ആരും സഭ പണിയാൻ നിൽക്കണ്ട, നിങ്ങൾ ആരും പുതിയ സഭ ഉണ്ടാക്കണ്ട. സഭ ഇവിടെ ഉണ്ട്. ഈ ഭൂമിയിൽ സഭ കർത്താവ് സ്ഥാപിച്ചിട്ടിട്ടുണ്ട്. മൂലക്കല്ല് പണിത് വെച്ചിട്ടുണ്ട്, മൂലക്കല്ല് ഇട്ടിട്ടുണ്ട്, സിയോനിൽ ഇട്ടിട്ടുണ്ടൊരു കല്ല്. ആ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ പാലാലോട്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ആ കല്ലിവിടെ കിടപ്പുണ്ട്. ആ വിശ്വസിച്ച് വരുന്ന വ്യക്തിയെ ഇവിടെ പണിതെടുത്തു കഴിഞ്ഞാൽ ആ പാലാലോട്ട് സഭയിൽ ഒരു കല്ലായി. എന്താ ഇത്ര സംശയം? ഹല്ലേലൂയ. കാനഡയെ പ്രസംഗിക്കുമ്പോൾ കാനഡയിൽ കർത്താവിനെ വിശ്വസിച്ച് വന്നാൽ ആ വ്യക്തി എന്ത് ചെയ്യൂ? കാനഡയിലുള്ള ആ മൂലക്കല്ല് വീഴുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ എവിടെ പ്രസംഗിക്കുന്നു, ആ പ്രസംഗിക്കുന്ന സമയത്ത് ആരെങ്കിലും വിശ്വസിച്ച് വന്നാൽ അവിടെ മൂലക്കല്ല്, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ദൈവവചനത്തിൻ്റെ ഉപദേശപ്രകാരം ഈ വിശ്വസിച്ച് വരുന്ന വ്യക്തിയെ, യേശുവിൽ വന്ന് ജീവൻ പ്രാപിച്ച വ്യക്തിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവമകനായി ആ കല്ലിന്മേൽ ചേർത്ത് പണിയപ്പെടുക. ഏത് ദേശത്ത് പ്രസംഗിച്ചാലും ആ കല്ല് അവിടെ വീഴും ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ ആദ്യമായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എത്ര മനോഹരമായ ഉപദേശം! അങ്ങനെ ആ കല്ലിന്മേലാണ് പണി നടക്കുന്നത്. ആ ക്രിസ്തുവിനോട് ചേർത്താണ് വിശ്വാസിയെ വളർത്തിയെടുക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടാണ് ആ വിശ്വാസിയെ വളർത്തിയെടുക്കുന്നത്. ഇതൊക്കെ ആലങ്കാരിക പദപ്രയോഗങ്ങളാണ്, പഠനങ്ങളാണ്. പരിശുദ്ധാത്മാവ് തരുന്ന പഠനങ്ങളാണിത്. ആക്ഷരികമായ ഒരു കല്ലുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, വിശ്വാസിയായ കല്ലുണ്ട്. ആക്ഷരികമായ യേശുക്രിസ്തുവിൻ്റെ ഒരു കല്ലായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ അത് മൂലക്കല്ലായിട്ട് സംഭവിക്കുക. കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ഒരു കല്ലിലുള്ള പണി പോലെ അവിടെ പണിയപ്പെടുക ചെയ്യും. അതുകൊണ്ട് ആരും സഭ പണിയാൻ നടക്കണ്ട, ആരും സഭയെ നവീകരിക്കാൻ നടക്കണ്ട, ആരും സഭയ്ക്ക് പുതിയ പേരിടണ്ട, ആരും സഭയെന്നും പറഞ്ഞ് കിടന്ന് തുള്ളിച്ചാടണ്ട, ആരും സഭയെന്നും പറഞ്ഞ് പണം കൊയ്യണ്ട. ഇതൊക്കെ ശോധന ചെയ്യുമ്പോൾ എല്ലാം വെന്തമരും. അതുകൊണ്ട് സഹോദരങ്ങളെ, മര്യാദയ്ക്ക് ഞാൻ പറയുക, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക. രക്ഷിക്കപ്പെട്ടു വരുന്നവനെ അമൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിത് സഭയാം സൗധം ആത്മീയമായി പണിതെടുക്കുക. അതാണ് ഞാൻ എൻ്റെ സഭയിൽ പണിയും, പാതാള ഗോപുരത്തിനെ ജയിക്കില്ല. അതാ പുതിയ നിയമസഭ. ഇന്ന് കാണുന്ന പണിയൊന്നും കർത്താവ് അറിയുന്നില്ല. ഇന്നത്തെയും മനുഷ്യൻ കാശ് കൊണ്ടുള്ള പണിയൊന്നും കർത്താവ് അണിയുന്നില്ല. ഇന്നത്തെ കൺവേർഷനും ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനകളും ഇന്നത്തെ ഈ ചപ്പടി വിദ്യകളൊന്നും കർത്താവ് അറിയുന്നില്ല. ഞാനത് മനസ്സിലാക്കിയത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലൂടെയാണ് കർത്താവിനെ അത് പഠിപ്പിച്ചത്. ദേവദാസന്മാരെ പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കി എടുത്തോണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീലി പ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ആളെ കൂട്ടി വരുത്തി ചെയ്യുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുക. അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അയ്യോ, അറിഞ്ഞു, ഒരു നാൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അയ്യോ, എന്ത് പറ്റി? അപ്പൊ ഈ അത്ഭുതം നടന്നതോ പിശാച് കയറി പ്രവർത്തിച്ചതാ. പിശാച് കയറി പ്രവർത്തിച്ച് അത് 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരും. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ താല്പര്യമുണ്ട്. ഈ അത്ഭുതമൊക്കെ പിശാച് പ്രവർത്തിച്ചതാ. പിശാച് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി പഠനങ്ങളുണ്ട്. 2 തെസ്സലോനിക്കയിൽ പഠിക്കുമ്പോൾ അത് ശരിക്കും കിട്ടും. പിശാചും പ്രവർത്തിക്കും, ദൈവവും അത്ഭുതം പ്രവർത്തിക്കും. യഥാർത്ഥ സുവിശേഷത്തെ വിശ്വസിക്കാതെ വരുമ്പോൾ വ്യാജമായ അത്ഭുതത്തിന് അടിമയായി പോകും നമ്മൾ. അങ്ങനെ പഠനമുണ്ട്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം എടുത്താട്ടെ. അതൊരു വലിയ പഠനമാണ്. അതിനോട് പ്രസംഗിക്കാൻ കർത്താവ് എന്നോട് പലപ്പോഴും ഹേമം തന്നിട്ടുണ്ട്. ഞാനത് മടിച്ചിരിക്കുന്നു. ചില സമയത്ത് ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാനത് തീർത്തും പറയാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. 2 തെസ്സലോനിക്കർ 2:9 മുതൽ
അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അനീതിയുടെയും സകല വഞ്ചനയോടും കൂടിയായിരിക്കും. എന്തിനാണ് അങ്ങനെ വരുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായെങ്കിൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തി കേൾപ്പിച്ചു കൊടുക്കുക. എന്താ കാര്യം? സത്യത്തെ വിശ്വസിക്കാതെ. ഹല്ലേലൂയ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. വ്യാജ സുവിശേഷകന്മാർ പറയുന്ന വ്യാജ വാർത്ത കേട്ടുകഴിയുമ്പോൾ ദൈവം അവരെ കൈവിട്ട് കളയുകയാണ്. പിന്നെ അവർ ആ വ്യാജ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിറകെ പോയി നേരെ നരകപ്പൊയ്കയിൽ തീപ്പൊയ്കയിൽ പോയി വീഴുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തില്ലേ? ദൈവം രോഗശാന്തി തരത്തില്ലേ? ദൈവം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ലേ? ദൈവം നമുക്ക് വേണ്ടി ജോലിയുടെ വിഷയത്തിൽ പ്രവർത്തിക്കത്തില്ലേ? എല്ലാം ചെയ്യും. അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രാപിക്കാൻ നമുക്ക് കഴിയും. അത്ഭുതങ്ങളുടെ പിറകെ ആരും പോകരുത്. അത്ഭുതങ്ങളല്ല രക്ഷയ്ക്ക് മാനദണ്ഡം. രക്ഷയ്ക്ക് മാനദണ്ഡം കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് വീണ്ടും ജനനം പ്രാപിക്കുന്നതാണ് മാനദണ്ഡം. ദൈവമക്കളെ നന്നായിട്ട് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനി എഫേസ്യ ലേഖനത്തിലെ ഒരു പഠനം കൂടി ഈ സഭാപണി എന്നുള്ള വിഷയത്തിൽ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം എല്ലാവരും എടുത്താട്ടെ. 20, 21, 22 വാക്യങ്ങൾ. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ, അതായത് അവർ പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവരിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ കേട്ട് സമർപ്പിക്കപ്പെടുന്നവരെ, വിശ്വസിച്ച് സമർപ്പിക്കുന്നവരെ പരിശുദ്ധാത്മാവ് പണിയുന്നു. എങ്ങനെ പണിയുന്നു? മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ പറയുന്ന ഉപദേശപ്രകാരം ഉപദേശം പറയുമ്പോൾ ആ ഉപദേശം കേട്ട് വിശ്വസിച്ച് വരുന്നവനെ ആത്മാവ് പണിയുന്നു. മനസ്സിലായോ? ഇതാ പണി. ഇല്ലാതെയുള്ള പണിയൊന്നുമില്ല. നിങ്ങൾ ഈ 4 ക്ലിപ്പ് തുടർമാനമായിട്ട് കേൾക്കണേ ദൈവമക്കളെ. തുടർമാനമായിട്ടൊരു 3-4 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടും. കേട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. അല്ലാത്തവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ നീണ്ട 25 വർഷം വചനം കേൾക്കുമായിരുന്നു. കേട്ടിട്ട് പഠിക്കത്തുമില്ല, അനുസരിക്കുകയും ചെയ്യത്തില്ല. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ദൈവവചനം ആധികാരികമായി പഠിപ്പിക്കുന്ന ചില പിതാക്കന്മാരുമായിട്ടുള്ള ആത്മീക ബന്ധമാണ് ഈ തിരുവെഴുത്തുകളിലേക്ക്, ഈ പഠനങ്ങളിലേക്ക് കർത്താവ് കൃപയാൽ എന്നെ നടത്തി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാർ ദൈവവചനം പഠിപ്പിച്ചതുപോലെ ദൈവവചനം പഠിപ്പിക്കുന്ന ആരും ഇന്ന് ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണുമായിരിക്കും, എൻ്റെ അറിവിലില്ല. ഇന്ന് കാണുന്ന പ്രസ്ഥാനങ്ങളിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ആത്മീകനും ഇല്ലെന്ന് ബാബു ജോൺ വേട്ടമല എന്നോ ആ വീൽ ചെയറിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നുള്ള പ്രസ്ഥാനങ്ങളിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു ആത്മീക നേതൃത്വങ്ങളും ലീഡർമാരും നമുക്കില്ല തന്നെ. 100% ഞാനതിനെ പിന്താങ്ങുന്നു. എല്ലാം ജഡീകന്മാരും ദ്രവ്യാഗിരികളും കസേരമോഹികളുമാണ്. അവർക്ക് പ്രസിഡന്റ് പദവും സെക്രട്ടറി പദവും അതിനുവേണ്ടി ഒരു കോട കൊടുക്കലും ഇതൊക്കെ അല്ലേ നടക്കുന്നേ? പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ വേണ്ടി കോട കൊടുക്കുക, പാർട്ടറായിട്ട് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി കോട കൊടുക്കുക. 10-ഉം 15-ഉം ഗൾഫ് വിശ്വാസികളുള്ള ചർച്ചിലേക്ക് മേലാളന്മാർക്ക് കോട കൊടുത്ത് പാസ്റ്റർ സ്ഥാനം വാങ്ങുന്ന ജഡികനായ പാസ്റ്ററെ, നിന്റെ മുന്നിൽ നരകമല്ലാതെ വേറൊന്നുമില്ല. നീ നിന്റെ ജനത്തെ നരകത്തിലേക്ക് കൊണ്ടുപോവുക. നിനക്ക് സ്ഥാനം കിട്ടിയാലും മാനം കിട്ടിയാലും, ഞാൻ കർത്താവിന് എന്ത് സ്ഥാനം കൊടുത്താരെങ്കിലും ആരും കൊടുത്ത് സ്ഥാനം കൊടുത്തു? കർത്താവ് പിറന്നു വീണ് എവിടെയാ സഹോദര? വഴിയമ്പലത്തിലാണ്. കർത്താവിന് ചുറ്റാനായിട്ട് പഴഞ്ചീലകളെ ഉണ്ടായുള്ളൂ. ഓ സങ്കടം.
പിറന്നു വീഴാൻ ഒരു സ്ഥലമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല. യോസഫിന്റെയും മറിയുടെയും വീട്ടിൽ 30-33 വയസ്സ് വരെ ജീവിച്ചു. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമന്നാകെ ചമച്ചവനൊരു ചെറുഭാവനവും ലഭിച്ചതില്ലെന്നോ, ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. യേശു അത്ഭുതം ചെയ്തപ്പോൾ രാജാവാക്കാനായിട്ട് വന്നു. അവനും ചെയ്തു, പോയി മലയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് രാജാവും ആകണ്ട, എനിക്ക് ലീഡറും ആകണ്ട. 5 ചർച്ചുകളിൽ പാസ്റ്റർ ഉദ്യോഗത്തിന് എനിക്ക് ക്ഷണനം വന്നു. എനിക്ക് പാസ്റ്ററും ആകണ്ട, നിങ്ങളുടെ സംഘടനയും വേണ്ട, ബന്ധവും വേണ്ട. എനിക്കിങ്ങനെ ഇരുന്ന് പ്രസംഗിച്ച് ജീവിച്ച് അങ്ങ് സ്വർഗത്ത് പോയാൽ മതി. എനിക്കറിയാം അതിനനുസരിച്ച് ആ സ്വർഗത്ത് പോകാൻ പറ്റും. സംഘടനയിൽ പോയാൽ ഞാൻ നരകത്തിൽ പോകുന്ന എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പോകാത്തത്. നിങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരെയൊന്നും ഞാൻ വിലക്കുന്നില്ല. പക്ഷേ അപ്പോസ്തല ഉപദേശം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകം ഉറപ്പ്. നിങ്ങൾ ആരായാലും കൊള്ളാം, എനിക്ക് ഇങ്ങനെ ആളെ പക്ഷപാതമൊന്നുമില്ല. എല്ലാവരോടും തുറന്ന് പറയുന്നൊരു പ്രസ്താവനയാണ്. അപ്പോസ്തലരുടെ ഉപദേശം അനുസരിച്ച് കൂട്ടായ്മ വരച്ച് അപ്പം തുറക്കി പ്രാർത്ഥന വെച്ച് പോയാൽ നിങ്ങൾക്ക് നിത്യതയിൽ പോകാം, അല്ലെങ്കിൽ യാതൊരു ഉറപ്പുമില്ല. ഇന്ന് സഭകളിൽ നിന്നും അത് പഠിപ്പിക്കുന്നില്ല. സ്വർഗരാജ്യത്തേക്ക് പോലുള്ള ഉപദേശം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ചെറുതായിട്ടുള്ള പഠിപ്പിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പലരും പറയുന്നതും അതെനിക്ക് സന്തോഷം. അങ്ങനെ തന്നെ ആകട്ടെ, അത് വർദ്ധിച്ചു വരട്ടെ. പുതിയ നിയമം പ്രസംഗിക്കുന്ന കരുത്തന്മാരായ ശുശ്രൂഷകന്മാർ ഇന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ വലിയ ആനന്ദം തരുന്നൊരു കാര്യമാണ്. UK ഒരു പാസ്റ്റർ ശക്തിയോടെ പറഞ്ഞു, ഞാനത് കേട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പാസ്റ്റർ സജി വർഗീസ്. അദ്ദേഹം പറയുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ്. അതുപോലെ പലരും അവിടെ കേൾക്കുന്നുണ്ട്. നിത്യജീവന്റെ പ്രാസംഗികരായി അനേകർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രസംഗം നമ്മൾ കേൾക്കുക, അതനുസരിക്കുക. നിത്യജീവനിലേക്ക് പോകാൻ അതേ ഉള്ളൂ വഴി. അവരാണ് ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നത്. അപ്പൊ ഇവിടെ എഫേസ് ലേഖനം തരുന്ന പഠനം എന്താണ്? എഫേസ് ലേഖനം തരുന്ന പഠനം എന്താ? യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർ പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കെട്ടിടം മുഴുവനും യുക്തമായി ചേരുക. ഈ യുക്തമായി ചേർന്നെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് പറഞ്ഞു തരട്ടെ ഞാൻ. ഇപ്പം നമ്മൾ മൂലക്കല്ലാകുന്ന കല്ലിനോട് ചേർത്ത് ബ്രിക്സ് വെച്ചിങ്ങനെ പണിത് വരിക. അങ്ങനെ പണിത് വരുന്ന സമയത്ത് ഒരു കല്ലിങ്ങനെ വെക്കുന്നു. ശ്രദ്ധിച്ച്, ഒരു കല്ലിങ്ങനെ വെക്കുക. വെച്ച് കഴിയുമ്പോൾ ഈ കല്ലിങ്ങനെ ചരിഞ്ഞു പോവുക. ചരിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? അതെൻ്റെ കയ്യിലുള്ള ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? തട്ടി ശരിയാക്കുക. നേരെയാക്കുക. ആ മൂലൊക്കെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനനുസരിച്ച് പഠിക്കുക. ഉപദേശം തെന്നിപ്പോയാൽ എന്ത് പറ്റും? ഭാര്യയും കൊച്ചിനോട് ചേർന്ന് അവിടെ പോയി അവർ പറയണ പുഴുക്ക് കേട്ടാൽ എന്ത് പറ്റും? പാളിപ്പോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കഥയില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം കേട്ട് തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ ചേർത്ത്. അത് ആരാ പണിയുന്നത്? ഇങ്ങനെ കുത്തുന്നത് ആരാ? കർത്താവാ. അവർ 2 ദിവസം പണിയില്ലായിരിക്കും. ചിലപ്പോൾ നടുവേദനയായിരിക്കും, ചിലപ്പോൾ പെടലി വേദനയായിരിക്കും, ചിലപ്പോൾ ചില ഞെരുക്കങ്ങളായിരിക്കും, ചില ക്രൈസിസുകളായിരിക്കാം. കർത്താവ് തട്ടുമ്പോൾ ചില അതിഥിയൊക്കെ വരും. അത് നമ്മൾ തട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആ തട്ടനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നേരെയാക്കി കൊടുത്താൽ എന്ത് ചെയ്യും? പണി സുഗമമായി പണി. വചനം കേട്ട് അനുസരിച്ച് സമർപ്പിച്ചാലേ പരിശുദ്ധാത്മാവ് നമ്മളെ പണിയുള്ളൂ. ഈ മർമ്മം അനേകർക്ക് അറിയത്തില്ല. ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന വചനം അത് ഒരു വിശ്വാസി കേട്ടനുസരിക്കുമ്പോഴാണ് ആത്മാവ് പണിയുന്നത്, അല്ലെങ്കിൽ പണിയില്ല. ഇപ്പം ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സഹോദരൻ വരും, ദൈവമേ ഞാൻ അയ്യോ കർത്താവേ ഞാനിത് തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ ആത്മാവ് പണിയുക. അപ്പോൾ പണിയുമ്പോൾ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കൃപ തരും. വീട്ടിലെ പോരാട്ടത്തേക്ക് അതിജീവിക്കാനുള്ള കൃപ തരും. അതല്ലെങ്കിൽ എന്ത് പറ്റുക? പോരാട്ടത്തിൽ മുങ്ങിപ്പോവും. അവസരം നിത്യത നഷ്ടമാവും. നമ്മുടെ ഭാര്യമാരും മക്കളും മരുമക്കളും എല്ലാം നല്ലതാ. നമ്മളവരെയൊക്കെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം, ഒക്കെ നല്ലതാ. അവർ പറയണ പൊട്ടത്തരത്തിനും ചവളവാക്കിനും നമ്മൾ ചെവി കൊടുക്കരുത്. മനസ്സിലായോ? അവർ പറയുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത്. അവർ ആ വചനത്തിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്തോണം. ഞാൻ പറയുമ്പോൾ എല്ലാം പറയുന്ന ആളാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. മൂലക്കല്ലായ യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയുക. ഇനി എന്തിനാ പണിയുന്നത്?
അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ഒന്ന് ശ്രദ്ധിച്ചേ ദൈവാത്മാവിൻ്റെ വാസം നമ്മളിൽ ഉണ്ടാകാനാണ് പണി. ആത്മാവ് വന്ന് നമ്മളിൽ വസിക്കാനാണ് പണി. അല്ലാണ്ട് അന്യഭാഷ കിട്ടുകൊണ്ട് ആത്മാവ് വസിക്കുന്നൊന്നും ആരും ചിന്തിക്കരുത്. അന്യഭാഷ പിശാചും പറയും, ദൈവത്തിൻ്റെ ആത്മാവും പറയും. ഇപ്പൊ ആൾക്കാർ പറഞ്ഞു പറയിക്കുക, ചില ഉപദേശിമാർ പറഞ്ഞു പറയിക്കുക, പറഞ്ഞു പറയിക്കുക. എന്നിട്ട് അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റുക. അവൻ അഭിഷേകം പ്രാപിച്ചു കേട്ടോ. അപ്പോൾ അവൻ വരിക്കും, ദൈവമേ വർഷങ്ങളായി അഭിഷേകം പ്രാപിക്കാത്ത ഞാൻ അഭിഷേകം പ്രാപിച്ചു. എന്നാൽ പാസ്റ്ററിന് ഒരു 5000 രൂപ എവിടെയെങ്കിലും മേടിച്ചു കൊടുക്കുക. ആ കാശ് കൊടുത്ത് തന്നെ നീയും പാസ്റ്ററും പോക്കാം. പിന്നെ ആത്മാവോട് സാക്ഷ്യം പറയും. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പാപം വരുമ്പോൾ പാപബോധം തരും. ഈ ഊതിയിടുന്നവനും ഉന്തിയിടുന്നവനും കൊലപ്പിക്കുന്നവനും ചിരിപ്പിക്കുന്നവനും ഛർദ്ദിപ്പിക്കുന്നവനും ഒരുത്തൻ കസേരയിൽ ഇരുന്ന് പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞ് കസേരയെടുത്ത് തോളിൽ വെക്കുന്നു, പിന്നെ കസേരയെടുത്ത് തലയെ വെക്കുന്നു. ആ പുള്ളി ഇപ്പം എന്തായാലും വെട്ടുമല പാർട്ടിൻ്റെ കൂടെ ചേർന്നത് എനിക്കൊരു സന്തോഷം. പെന്നി സ്റ്റീഫൻ ദുരുപദേശത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു. ബാബു ജോൺ വേട്ടുമല പാർട്ടിയുടെ കൂടെ ചേർന്നത് കൊണ്ട് എനിക്ക് സന്തോഷം. എവിടെ കണ്ടാലും ഒരു ചായ പിടിച്ചു കൊടുക്കും ഞാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ദൈവവചനം പറയുമ്പോൾ അവരോട് ചേർന്ന് ആ വചനം പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ച് അക്കരെ പോകാൻ ഒരുങ്ങിക്കോണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ഇന്ന് വചനം പഠിപ്പിക്കാൻ ദുരുപദേഷ്ടക്കന്മാരില്ല. നമ്മുടെ കയ്യിരിക്കുന്ന കാശ് അടിച്ചു മാറ്റാനാണ് പാസ്റ്റർമാരുള്ളത്. സത്യവചനം പഥ്യവചനം പ്രസംഗിക്കാൻ ഉപദേഷ്ടാക്കന്മാരില്ല തന്നെ. ഉണ്ട് ഒരു ചെറിയ ശേഷിപ്പ്. ആ ശേഷിപ്പ് ആയിട്ടുള്ള ശുശ്രൂഷകന്മാരുടെ കീഴിൽ, ദേവദാസന്മാരുടെ കീഴിൽ നമ്മൾ വചനം അഭ്യസിക്കണം. ആരാ ദേവദാസൻ എന്ന് ചോദിച്ചാൽ അതും പറഞ്ഞു തരാം. ആരാ ദേവദാസൻ? പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാവുന്ന ദേവദാസൻ. അല്ല പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനല്ല, ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല. ദൈവദാസൻ എന്നും കയറി എല്ലാവരെയും വിളിക്കരുതെന്ന് ഞങ്ങളുടെ പാസ്റ്റർ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ അപ്പച്ച? പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനാകണം. വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ദാസൻ. വചനത്തെ കോട്ടിക്കളയുന്നവനും കൂട്ടുചേർക്കുന്നവനും മറിച്ച് കളയുന്നവനും ഊതിയിടുന്നവനും ഉന്തിയിടുന്നവനും ദൈവത്തിൻ്റെ ദാസനല്ല, അവൻ സാത്താൻ്റെ ദാസനാണ്. നന്നായിട്ട് മനസ്സിലാക്കണം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വരവായി. ഒന്നുകിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് വരും. ഹല്ലേലൂയ. ഇത് രണ്ടിലൊന്ന് സംഭവിക്കും. ഈ വചനം കേൾക്കുന്ന ആരും നരകത്തിലേക്ക് പോകരുതെന്നാണ് എൻ്റെ അപേക്ഷ. ഈ വചനം കേൾക്കുന്ന ആരും നിത്യമായ സാത്താനുവിൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്യിലേക്ക് പോകരുത്. മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം പണിത് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി ജീവിക്കുമ്പോൾ നീ മരിച്ചുപോയാൽ നിന്നെ പാട്ടും പാടിക്കൊണ്ട് അടക്കുകയൊന്നും ചെയ്യണ്ട. ചുമ്മാ കൊണ്ടൊന്ന് കുഴിച്ചിട്ടോ. ഒരു തുണി പോലും തുണി ചുറ്റിയേക്കണം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ആൾക്കാർ കണ്ട നാണക്കേടാ. മുസ്ലിങ്ങൾ അടക്കുന്ന പോലെ കംപ്ലീറ്റ് തുണിയെല്ലാം ചുറ്റി, പെട്ടിയും കുട്ടിയൊന്നും വേണ്ട. ആ പെട്ടിയുടെ കാശ് ആർക്കെങ്കിലും കുട്ടികൾക്ക് പുസ്തകം മേടിക്കാൻ കൊടുത്തു അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പുസ്തകം മേടിക്കുന്നു. ആ പെട്ടിയുടെ കാശ് അങ്ങോട്ട് കൊടുക്കും. തുണി ചുറ്റി കൊണ്ടുവന്ന് കുഴിയിൽ വെച്ചിട്ട് മണ്ണും മാരിയിട്ട് മൂടി. ഇപ്പോൾ ദാനിയേലേ നീ പൊയ്ക്കൊള്ളുക, ലോകാവസാനം വരുമ്പോൾ നീ എഴുന്നേറ്റ് വരും. ദാനിയേലിനോട് പറഞ്ഞ പോലെ ഈ ദുരുപദേശം പറയുന്നവനെ കൊണ്ട് എന്തിനാ കുഴിച്ചിരുന്നെങ്ങനെ? നല്ല കഥ. ദാനിയേൽ ആരായിരുന്നു? ഈസ് എ മാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു, ദൈവാത്മാവുള്ളവനായിരുന്നു. ലോകം ജീവിച്ചിരുന്ന അന്ന് മുതൽ ദുരുപദേശം പറയുന്ന പാസ്റ്റർമാരെ കുറിച്ചിടാൻ നേരത്തെ ഈ പദമാ പാസ്റ്റർമാർ പ്രയോഗിക്കുന്നത്. പറയരുതത്. ദൈവത്തിൻ്റെ പാപമാണ്, തെറ്റാണത്. ദൈവവചനം പ്രസംഗിച്ച്, നിർമ്മലമായ ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ നടത്തിയ കർത്താവിൻ്റെ ദാസന്മാരെ അങ്ങനെ അടക്കുമ്പോഴോ, വചനമനുസരിച്ച് ജീവിച്ച സഹോദരന്മാരെ അടക്കുമ്പോഴോ ആ പദങ്ങൾ പ്രയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ പാപമാണ് പറയുന്നത്. ദൈവത്തോട് കണക്ക് കൊടുക്കണം നിങ്ങൾ. ഞാനത് തീർത്തും പറയും. അതുകൊണ്ട് എല്ലാ അടക്കുകൾക്കും ഞാൻ പോകത്തില്ല, എല്ലാ കുഴിച്ചിടലിനും ഞാൻ പോകത്തില്ല, എല്ലാ മരണത്തിനും ഞാൻ പോകത്തില്ല. എനിക്ക് സങ്കടമാണ്. യാതനാ സ്ഥലത്ത് പോകുന്നവനെ സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ടെന്ന് കുടിച്ചിട്ടുകൊണ്ടിരിക്കുക ഇന്ന്. അപ്പോൾ ചോദിക്കും, എന്താ ഭാഷ അങ്ങനെ പറയുന്നത്? കാരണം ഉയർത്തെഴുന്നേറ്റ് വരാനോ രൂപാന്തരം പ്രാപിക്കാനോ ഉള്ള ഉപദേശം അവന് കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
25 വർഷം ഒരു പെന്തക്കോസുകാരനായിരുന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന എങ്ങനെയെന്നോ, രൂപാന്തരം പ്രാപിക്കുന്ന എങ്ങനെയെന്നോ പെന്തക്കോസ് പാസ്റ്റർമാരായ ഡോക്ടർമാരും റവറൻഡന്മാരിൽ നിന്ന് കേട്ടിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അവരതൊന്നും പഠിപ്പിച്ചില്ല. അവർ 109 സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്നു. അവൻ്റെ തലയിൽ തീ വീഴട്ടെ, അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ, അവൻ മക്കളില്ലാത്തവനായിട്ട് നടക്കട്ടെ. ഇതൊക്കെയാണ് ഞാൻ കേട്ടത്. ഹല്ലേലൂയ. എനിക്ക് വേദന കൊണ്ട്, സങ്കടം കൊണ്ട് ആരെയും പരിഹസിക്കുകയല്ല, ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികത്വോപദേശവും മനോഹരമായ നിലയിൽ അപ്പോസ്തലന്മാർ നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണമെന്നുള്ള ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാതെ, എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഹാമാനും എസ്തേറും മോർദെഖായിയും ദാവീദും ഗോലിയാത്തും പിന്നെ എന്നു വേണ്ട പഴയ നിയമത്തിലെ വീരസാഹസ കഥകളും യുദ്ധങ്ങളും പഠിപ്പിച്ച് പ്രതികാരത്തിൻ്റെ അഗ്നി ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തമ്മിൽ വഴക്കുണ്ടാക്കി കോടതി കയറാൻ പ്രേരിപ്പിക്കുന്ന ശുശ്രൂഷാ വൃന്ദങ്ങളെ, നിങ്ങൾ മാനസാന്തരപ്പെടൂ, അല്ലെങ്കിൽ നിങ്ങൾക്കും രക്ഷയില്ല, നിങ്ങളുടെ വിശ്വാസികൾക്കും രക്ഷയില്ല. ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പരിഹസിച്ച് പറയുകയല്ല, നിന്ദിച്ച് പറയുകയല്ല, നിങ്ങളെ പഴിച്ചു പറയുകയല്ല. നന്നായി വചനം പ്രസംഗിച്ച് നടത്തുന്നവരെ ഈ വിഷയമൊന്നും ബാധകമല്ല. അല്ലാതെ ജനത്തിൻ്റെ ഭൗതികം വ്യാജമായ നിലയിൽ അടിച്ചു മാറ്റി കോടികളുണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാരായുള്ളവരെ, രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്കറിയാമല്ലോ. CPM കോൺഗ്രസും BJP എല്ലാവരെയും നമ്മൾ ഒരുപോലെ അടച്ചാക്ഷേപിക്കുക. കാരണം എന്താ? അവരവരുടെ പള്ള വീർപ്പിക്കണം. അത് തന്നെയല്ലേ ഇന്ന് ആത്മീയ കോളത്തിലും. അതുകൊണ്ട് ആ ചിന്താഗതികളെല്ലാം വിട്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഭാഗം വായിച്ച് ഞാനങ്ങ് നിർത്തുകയാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായിട്ട് പണിയപ്പെടും. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കാൽ ഇടറിപ്പോകും. വചനമനുസരിച്ചില്ലെങ്കിൽ ഇടറിപ്പോകും. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇടറിപ്പോകും. ഓടിപ്പോകുന്ന ഒരു കുഞ്ഞ്, നടന്നു പോകുന്ന ഒരു വ്യക്തി ഒരു കല്ലിൽ തട്ടിയാൽ കാലിടറി വീഴുന്നത് പോലെ ശുദ്ധമായ നിർമ്മലമായ ഈ പഥ്യവചനം നിങ്ങൾ കേട്ടനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകും. ഇടറി എങ്ങോട്ടാ പോകുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നരകത്തിലോട്ട് പോകും. അതുകൊണ്ട് അത് നമുക്ക് സംഭവിക്കരുത്. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആർക്കും അത് സംഭവിക്കരുത്. നിത്യതയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണണം. കട്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ആ നിത്യ സൗഭാഗ്യത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയണം. പ്രൊമോട്ടഡ് ഹെവൻ, നിത്യതയിൽ എന്നൊക്കെ പാസ്റ്റർമാർ പറയും, വിശ്വാസികൾ പറയും. അത് പ്രാപിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതിനൊത്തിരി പണിയുണ്ട്, അതിനൊത്തിരി ത്യാഗമുണ്ട്, അതിനൊത്തിരി വചനത്തിൻ്റെ ഏടുകൾ പഠിക്കേണ്ടതുണ്ട്, അതിനൊത്തിരി വചനങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് സർവശക്തനായ കർത്താവ് നമ്മൾക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് പറഞ്ഞ് ഇതുപോലെ കാല ശുശ്രൂഷയിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. അടുത്തുള്ള ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. ബാക്കി ഭാഗങ്ങൾ കട ശുശ്രൂഷിച്ച് നിങ്ങളെ വാട്സപ്പ് വഴി എത്തിക്കുന്നതാണ്. ഈ വചനത്തിൻ്റെ ഭാഗം സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്താൽ സ്തോത്രം 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 പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. കർത്താവേ സമർപ്പിക്കുന്നപ്പാ സ്തോത്രം ഹല്ലേലൂയ. എല്ലാ ദുഷ്ടതയും എല്ലാ ചെറിയും ഈ വചനത്തിന്റെ മർമ്മം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലേക്ക് നൽകിയതിനാൽ ഒരുപാട് കാര്യങ്ങൾ ജീവിച്ച് അങ്ങനെ വരവിന് രൂപീക്കപ്പെടുവാൻ ഞങ്ങൾ ബലപ്പെടുത്തുന്ന ആത്മീയാനുഗ്രഹം ദൈവം പാർവനായിരിക്കുന്ന ആവശ്യങ്ങൾ ദൈവം നടത്തണമേ. ഈ ഭവനത്തിന്റെ എല്ലാ വിഷയങ്ങളും സ്തോത്രം ചെയ്ത് സമാധാനം ഈ ഭവനത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. വചനങ്ങൾ ഓരോന്നും കേട്ടനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും
യേശു ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കാൻ ഇടുന്ന പരിശുദ്ധാത്മാവിൽ സംസർഗം കാവലും കൂട്ടായ്മ നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരും കർത്താവിൻ്റെ വരവരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.